അപ്പൊ ഗായ്സ്, എന്തൊക്കെയാ വിശേഷം? നമ്മളെ ചാനലില് വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് പലരും കംപ്ലൈന്റ് ഒക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോ ഇങ്ങോട്ട് ഉള്ളതെന്നറിയാം. ഇതിപ്പോ വീഡിയോ എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ചാല് നമ്മളെ ഈ തലക്ക് വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിന്റെ അടിയിൽ ഇങ്ങനെ ക്യാമറ ആ ഗ്യാപ്പിൽ ഇങ്ങനെ ഫോണിങ്ങനെ വെച്ചിട്ടാട്ടോ ഇത് എടുക്കുന്നത് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴഞ്ചേരി വഴി അങ്ങനെ കൊല്ലം പോവുക. നമ്മൾ ഈ കല്യാണത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കാൻ പല സ്ഥലങ്ങളിലുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് ഫാമിലി വ്ളോഗ് അങ്ങനെ എടുക്കാനാവുന്നില്ല. അതാണിപ്പോൾ സ്ഥിതി. അപ്പോൾ നാട്ടുകാരെ മൊത്തം കെട്ടിക്കാൻ ഇറങ്ങിയതാണല്ലോ. ഒറ്റക്കുള്ള യാത്ര, നല്ല പാട്ടെല്ലാം വെച്ച് ഇങ്ങനെ വൈബായിട്ട് ഇങ്ങനെ പോവാ. അപ്പോൾ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് പാട്ട് ഓഫ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാൻ കേട്ടോ. ഇനി ഒരു 43 കിലോമീറ്റർ കൂടി പോയാൽ നമ്മൾ ചവറ എത്തും. ഇത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ വേറൊരു ഇക്കാൻ്റെ എടുക്കാനുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. എന്നിട്ട് കല്യാണം ഇങ്ങനെ ശരിയാക്കുക. ഈ നമ്മൾ വീഡിയോ കാണുന്ന കല്യാണം കഴിക്കാത്ത ഡിവോഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? വീഡിയോ എടുത്ത് കല്യാണം ശരിയാക്കാൻ തയ്യാറുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. മിന്നുവിനെയും കുഞ്ഞിനെയും കാണാനിട്ട് ഭയങ്കര മിസ്സിങ്ങാ. പക്ഷെ എന്ത് ചെയ്യാനാ, വാവേൻ്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ വിഷമാവും, മിസ്സിങ് വരും. ഞാനതൊന്നും നോക്കലില്ല. ഇങ്ങനെയൊക്കെ നിർത്തിയ മനുഷ്യനിത് എന്താ ചെയ്യുക? ഇൻഡിക്കേറ്റർ ഒട്ടിങ്ങി കയറ്റുക എന്നാ ചെയ്യുക? പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്തെന്നാ പറയുക, പിന്നെ ഓരോ ഇപ്പൊ ഞാൻ ഇന്നും അറിയും നിങ്ങൾക്ക് ഇങ്ങനെ പോകുന്നവരെല്ലാം വീഡിയോ എല്ലാം എടുത്തൂടെ. ഇപ്പൊ എന്തെന്നാ ഈ എടുക്കുകയെന്ന് വിചാരിച്ചിട്ടാ വണ്ടിമേൽ ഇങ്ങനെ പോകുന്നത്. ഓരോ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെയൊക്കെ മഴയില്ല കേട്ടോ. കൊല്ലം ഈ സൈഡൊന്നും മഴ പെയ്തില്ല. ഇപ്പം നല്ല വെയിലാണ്. നാട്ടിലെന്താ സ്ഥിതി? നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഏരിയയിൽ മഴയാണോ വെയിലാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഏതൊക്കെ ജില്ലയിലാണ് മഴ പെയ്യുന്നത് നോക്കാം. ഇപ്പം പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണല്ലോ മഴയൊക്കെ പെയ്യുന്നത്. ഇപ്പോൾ നല്ല ഭരണം കാഴ്ചവെക്കുന്ന പഞ്ചായത്തുകളിലാണ് മഴ. അങ്ങനെയൊക്കെ പഞ്ചായത്ത് അടിസ്ഥാനങ്ങളിലൊക്കെ ശരിക്കും മഴ പെയ്യാണ്ടിരിക്കുമ്പോൾ ഒരു പേടിയുണ്ടല്ലേ. എല്ലാം കൂടി ഒറ്റയടിക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പാണെന്നുള്ള കുറച്ചായിട്ട് ഇങ്ങനെ പെയ്യുന്നതിന് പ്രശ്നമില്ല. പെയ്യാണ്ടെന്ന് ഫും എന്നിട്ട് വന്നാൽ ഭയങ്കര ഒരു ഇതല്ലേ അല്ലേ. ഇനിയിപ്പോൾ എന്തായാലും പിന്നെ തിരുവനന്തപുരത്തും പോകാനുണ്ട്. തിരുവനന്തപുരത്തും പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വിടണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മൾ ഒരു കൊല്ലത്തുള്ള ഇവിടെ ഒരു വീടെടുത്തതാണ്, ഒരു റൂം. ഉറങ്ങി ക്ഷീണം തീർത്തതാണ്. 4-5 ദിവസമായി ഒരേ ഡ്രൈവിംഗ് ആണല്ലോ. അപ്പോൾ കുറേ തിരുമ്പാനുണ്ട് മക്കളെ. തിരുമ്പിച്ചിക്കട്ടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ. നമ്മളവിടെ നിന്നാണ് 6 ഇരട്ടെ എന്ന് പറയും. നല്ല വെയിലുണ്ട്. വെയിലിൻ്റെ ഒരു ഇത് ഇപ്പം തിരിഞ്ഞ പെണ്ണുങ്ങൾ വെയിലുണ്ടോ എന്ന് പറഞ്ഞു ഓടുമ്പോൾ വീട്ടിയൊക്കെ എന്താ പെരാന്താന്ന് വിചാരിക്കുമല്ലേ. ഇപ്പം തിരിയുന്നത് തിരുമ്പാനുള്ള കാണിക്കാം. തിരുമ്പാനുള്ളതാ ഇതൊക്കെ. ഇതെത്തിരിയായി ഇതുള്ളത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതെല്ലാം ഇപ്പം തിരുമ്പി ആറിയിടണമല്ലോ. വെയിൽ പോകാണ്ടിരുന്നാൽ മതിയേനും. എന്തായാലും നാളെ ഇവിടുന്ന് പോകും. ഇന്നിവിടെ സ്റ്റേ ആണ് കേട്ടോ. നല്ല അടിപൊളി റൂമാണ്. നല്ല റൂമാണ്. ഇങ്ങനെ 2 കട്ടിലും ഇതൊക്കെ ആയിട്ടുള്ള നൈസ് റൂമാണ് എന്തായാലും. ഓക്കെ, ഇപ്പോൾ അറിയിടട്ടെ എന്നിട്ട് ബാക്കി പറയാം കേട്ടോ വിശേഷം. എന്തായാലും ഇന്നിവിടെ തന്നെ ഉണ്ട് ഗൈസ്. തിരുമ്പി കഴിഞ്ഞിട്ടോ. വണ്ടി മേൽ കുറേ ആറിയിട്ടൊക്കെ. പിന്നെ 1 2 3 എണ്ണമാണ് ഉള്ള മൊത്തം തിരുമ്പിക്ക്. ഓക്കെ, അപ്പോൾ മൊത്തം തിരുമ്പി ചിക്കി. ഇനിയിപ്പോൾ പോകാനുള്ള കുറച്ച് ആൾക്കാരെ വിളിച്ചൊന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ ഒരു തിരുവനന്തപുരത്തും എല്ലാം പോയി തിരിച്ച് ഒരേലെത്തും വരെ ഇടാനുള്ള ഡ്രസ്സ് ഉണ്ട്. പിന്നെ ടെൻഷനില്ല. തിരുമ്പിയതില്ലാലോ എന്നുള്ള ടെൻഷനങ്ങ് മാറി കിട്ടിയിട്ട് കൂൾ. ഹലോ. ഓ
ഇതാണ് ഗൈസ് ഗവി വണ്ടി. എന്ത് സുഖമാണീ കാറ്റ്. അപ്പോൾ ഗൈസ് നമ്മള് റിട്ടേൺ ഉള്ള യാത്രയിലാണ്. വീഡിയോ ഒന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല. പാലക്കാടാണ് ഇപ്പോൾ ഉള്ളത്. മീൻമുട്ടി വാട്ടർഫോൾസ് അടിപൊളി കേട്ടോ. മീൻവെള്ളം വാട്ടർഫോൾസ്. എൻ്റെ ചങ്ങായും കൂടെ വന്ന് കൂടുന്നു ജോയിൻ ആയിക്ക്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ വന്നതാ. നോക്കിയാൽ ഇന്ന് വൈകുന്നേരം നാട്ടിലേക്ക് എത്തും. എല്ലായിടത്തിലും തിരുവനന്തപുരം മുതൽ എല്ലാ ജില്ലയും കവർ ചെയ്ത് അവസാനം ഇതാ നമ്മൾ പാലക്കാട് ഇവിടെയാണ് എത്തിയത്. ഏത് വൈബിലെ നല്ലൊരു ആംബിയൻസ്, നൈസ് വെള്ളം ഇങ്ങനെ ഇതാ. അപ്പം ഗൈസ് പാലക്കാട് മീൻവെള്ളം വാട്ടർഫോൾസിലുള്ള നമ്മളിങ്ങനെ കല്യാണ വീഡിയോ എടുക്കാൻ ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് എന്ന് കേട്ടത്. അപ്പോൾ പിന്നെ ഒന്ന് മൈൻഡ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇന്ന് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ സ്ട്രെസ്സെല്ലാം ഇറക്കി വെക്കാൻ വേണ്ടി വന്നതാണ്. ഇത്രയും 2000-ഓളം കിലോമീറ്റർ ട്രാവൽ ചെയ്ത ഇതൊക്കെ എന്താ രസമോ. ഈ ഒരു ഏരിയയിൽ ആരും ഇല്ല കേട്ടോ. നല്ലൊരു വൈബ് സ്ഥലം. അടിപൊളി, ഒന്നും പറയാനില്ല. നല്ല തണുത്ത വെള്ളം. ഇല്ലിതാ ഒന്നുമില്ല, ഇങ്ങനെ ഇവിടെ വലിയ ആയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ. ഇതാ ഇങ്ങനെ കിടക്കുക, ഇങ്ങനെ ഒഴുകി നിങ്ങൾക്ക് വരുവാൻ കൊതിയാന്നുണ്ട് ഇവിടെ വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യാൻ. അടിപൊളിയാട്ടാ. ഫാമിലീനെ എല്ലാം കൂട്ടി വരണോ. എന്തെന്നാ എന്തോ ഒരു സാധനം അന്ന് ബണ്ടോ തേളോ കുളിച്ചു കയറിയാലോ നനവോട് കൂടി കപ്പ എന്നാണ് വിചാരിച്ചു. അപ്പോൾ കപ്പയും നല്ല ബീഫും ഉണ്ട് കഴിച്ച്. ഇവിടെ ഒരു ചേച്ചീൻ്റെ ചേട്ടൻ്റെ കടയിലുണ്ട്. അടിപൊളി. ഓക്കെ, ഇവിടുത്തെ അച്ചാറ് കിടിലാട്ടോ. എന്നിട്ട് ഒരു പൊറോട്ട കറി കുറച്ച് അധികമായിപ്പോയി. അതുകൊണ്ട് ഒരു പൊറോട്ട മാണ്ടിയിട്ടല്ല കേട്ടോ, കറി അധികമായിപ്പോയി. ഓക്കെ. അങ്ങനെ ഗൈസ് 9 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാ വീട്ടിലെത്തിയിരിക്കുകയാണ്. പിന്നെ കൂട്ടാൻ വന്നടാ ഓനോ, പിന്നെ കൂട്ടാൻ വന്നാനോ കൊണ്ടുവന്നതാനേ, കാര് കൊണ്ടുവന്നതാനേ. നോക്കി നോക്ക് ആ കാര് കൊണ്ടുവനക്ക്. ആയ് അത് ഇട്ട് കൊണ്ടുപോകാനല്ല, അത് എന്തിനാട് പാപ്പി കൊണ്ടുവന്ന കാരല്ലേ. ഒന്ന് ഓട്ടിക്കൊക്കെ നക്കി ക്കാൻ പാടില്ല. ഇതൊന്ന് കഴുകണം. എന്നാല് പോച്ചോ അത് എത്ത് നടക്കുന്നല്ല, അത് ഓച്ചിന്നല്ലേ.